ഹലോ ഗായ്സ്, അപ്പം നല്ല ചൂടുള്ള സമയം തന്നെയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ വീട്ടിൽ 2 മാങ്ങ ഇരിപ്പുണ്ട്, നല്ല പച്ച മാങ്ങ. അമ്മ അച്ചാറിടാൻ വെച്ചതാണ്. എടുത്താൽ നല്ല രീതിക്ക് തന്നെ എനിക്ക് കിട്ടും. എന്നാലും കുഴപ്പമില്ല, നമുക്കത് എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് ഒരു ജ്യൂസ് ഒരു ഷെയ്ക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ കത്തി എടുത്തിട്ടുണ്ട്. കത്തി എടുത്താൽ കണ്ടിട്ട് ആരും പേടിക്കണ്ട. നമുക്ക് ഈ 2 പാക്കറ്റ് ഉണ്ടോ, ഈ മഞ്ഞ കളർ 2 പാക്കറ്റ് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ കട്ടപ്പാലാണ് കേട്ടോ. ഈ കട്ടപ്പാലും പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ മാങ്ങയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 2 സംഭവത്തിനെ നമ്മൾ എടുത്ത് നൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാങ്ങേന നമുക്ക് നൈസായിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങ നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ എടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മിക്സിയിൽ നമുക്ക് അടിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ണം കഷ്ണമാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി മാങ്ങ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ഒന്ന് നമുക്ക് ഇനി കട്ടപ്പാലിട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ പാല് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടിച്ചിടണം. ഇപ്പം നമ്മൾ മാങ്ങ നൈസായിട്ട് നമ്മൾ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതിൽ ഒരു വ്യത്യാസവും നമ്മൾ വിചാരിക്കേണ്ട. അടിപൊളി സംഭവം എന്ന് വെച്ചാൽ അടിപൊളി സംഭവമാണ്. ഓരോരുത്തർ ഉണ്ടാക്കുന്നത് ഓരോ ആൾക്കാരുടെ രീതിയിലാണെന്നേ ഉള്ളൂ. ഏതായാലും സംഭവം അടിപൊളി തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പണി നമ്മുടെ പാലിനെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. പാലാണ് കേട്ടോ ഇതിലേറ്റവും മസ്റ്റായിട്ടുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇതില്ലാണ്ട് നമുക്ക് ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ നമുക്ക് പാല് നമ്മളൊരു പാത്രത്തിലോട്ട് നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ മച്ചാൻ വന്നിട്ടുണ്ടോ, പാല് കണ്ടിട്ടാട്ടോ പാവം. അപ്പോൾ നമുക്ക് മാങ്ങേനെ നമുക്ക് നൈസായിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇടാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു പാലും നമുക്ക് നൈസായിട്ട് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടിച്ചു കൊടുക്കാം. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഈ ഒരു സംഭവം മാങ്ങയാകുമ്പോൾ സമയത്ത് കുറച്ച് നമുക്ക് മിക്സി കുറച്ചും കൂടെ സമയം നമുക്ക് അടിക്കേണ്ടതായിട്ട് വരും. അതെല്ലാവരും സൂക്ഷിക്കണം. കുറച്ച് കൂടുതൽ സമയം നമ്മൾ അടിക്കണം, എങ്കിലേ ഇതൊന്ന് അടിഞ്ഞ് കൃത്യമായിട്ട് നൈസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടിക്കൽ കർമ്മമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് റെഡിയാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യത്തെ രീതിയിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ നൈസായിട്ട് ഒരു ഗ്ലാസ്സിലോട്ടാക്കി എടുക്കാം കേട്ടോ. അത് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ, നമ്മൾ കുടിച്ചതിൻ്റെ ആ ഒരു ഫീല് വന്നില്ലേ. സത്യം പറഞ്ഞാൽ ഈ ഒരു ചുട്ട് പൊള്ളുന്ന ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലുള്ളൊരു ഷെയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലേ വേറെ ലെവലായിരിക്കും കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല. നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് ഞാനിപ്പം കഴിച്ചത്. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് പീരീഡാണ് കേട്ടോ. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. ഞാനിത് കുടിച്ച് മുന്നേ ടെസ്റ്റ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ടെസ്റ്റിംഗ് പീരീഡാണ്. പൊളി സാധനം കേട്ടോ. നമുക്കെന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കൊരു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൊളിയാണ്. അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ.